കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയായ സൈനികന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണ സംഘം ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തു. ഈ മാസം 15-നാണ് പൂനെയിലെ ക്യാമ്പിൽ നിന്നും സൈനികൻ നാട്ടിലേക്ക് തിരിച്ചത്. ഏലത്തൂർ സ്വദേശിയായ സൈനികൻ വിഷ്ണു 20 ദിവസത്തെ അവധി ലഭിച്ചതിനെ തുടർന്നാണ് നാട്ടിലേക്ക് തിരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വിഷ്ണുവിനെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് ഏലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഏലത്തൂർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പൂനെയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവരും അവിടുത്തെ ഓഫീസർമാർ വരെ അവനെ പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല ഒരു പയ്യനാണ്. അങ്ങനത്തെ ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. പക്ഷെ ആളെ ഇതുവരെ ആയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിനൊക്കെ എല്ലാവരെയും വിളിച്ചപ്പം തലേന്ന് രാത്രി വിളിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ കാര്യമൊന്നും ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല. ക്യാമ്പിൽ വിഷ്ണുവിന് യാതൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:15 അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞത് കണ്ണൂരിലെത്തിയെന്നാണ്. രാത്രി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഏറെ വൈകിയിട്ടും കാണാത്തതിനെ തുടർന്ന് ബുധനാഴ്ച ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ATM-ൽ നിന്ന് 15,000 രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. വിഷ്ണുവിനായി സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിലും അന്വേഷണം നടക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.